നമ്മൾ മംഗലാപുരത്തേക്കോ തിരുവനന്തപുരത്തേക്കോ കൊച്ചിക്കൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കാറിൽ എന്താവട്ടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ കുപ്പായത്തിൽ നജസായി കാക്കയോ അല്ലെങ്കിൽ വല്ല പക്ഷികളോ കപ്പിയിട്ട് ആകെ വൃത്തികേടായാൽ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അതുവരെ എത്താൻ ഒരിക്കലും കാത്തിരിക്കില്ല. പെട്ടെന്ന് അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വെള്ളം കൊണ്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യുള്ളൂ. ട്രെയിനിൽ നമ്മൾ എറണാകുളം പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബർത്തുനിന്ന് ഒരു കുട്ടി മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ അപ്പിയിടൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ കുപ്പായത്തിലേക്ക് ചാടി ആകെ എരപ്പായാൽ നെക്സ്റ്റ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉള്ള സമയം കൊണ്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടാമത് ട്രെയിനിലേക്ക് കയറും. അപ്പോൾ നമുക്ക് ആ വൃത്തിയാക്കിയാൽ ആ പിന്നെ നജസ് അല്ലെങ്കിൽ ആ മാലിന്യം ശരീരത്തിലായ ആ അഴുക്കങ്ങ് വൃത്തിയാക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടുക. അത് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോയതോ വെള്ളം ചിലവാക്കിയതോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. അതങ്ങ് വൃത്തിയാകുമ്പോൾ അൽഹംദുലില്ലാഹ് ഹാപ്പിയായി. അല്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ്. നമ്മൾ കുളിച്ച് മാറ്റി വൃത്തിയാക്കി ഒരു വഴിക്കിറങ്ങുമ്പോൾ കാക്ക തൂറി കുപ്പായത്തിലാകെ ഇരപ്പായാൽ അത് വൃത്തിയാക്കാതെ യാത്ര തുടരാനേ കഴിയില്ല. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ മഗ്ഫിറത്തും. ഒരു മുഅ്മിനായ മനുഷ്യൻ അവരിൽ നിന്നൊരു കണ്ണുകൊണ്ടൊരു ഹറാമിൻ്റെ നോട്ടം സംഭവിച്ചാൽ അത് വൃത്തിയാക്കാതെ ഒരു സെക്കൻഡ് അവനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ സരസിലിരുന്ന് നമ്മളൊരാളെ ഇറച്ചി തിന്ന് പച്ചിറച്ചി തിന്ന് ഏറ്റവും വലിയ കൊളസ്ട്രോൾ ഉണ്ടാകൽ ഫാറ്റും മീറ്റൊക്കെ എന്താണ്? മനുഷ്യൻ്റെ ഇറച്ചിയാണ്. ആട്ടിറച്ചിയോ അല്ലെങ്കിൽ ബീഫ് തിന്നാലൊന്നും അല്ല കൊളസ്ട്രോൾ. ഏറ്റവും അധികം കൊളസ്ട്രോൾ ഉള്ളത് മനുഷ്യൻ്റെ ഇറച്ചിയിലാണ്. നമ്മളിപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടായാൽ മെയിനായിട്ട് ഈ ഫാറ്റും മീറ്റൊക്കെ ഒഴിവാക്കുന്നില്ല. ഏറ്റവും മനുഷ്യൻ്റെ ഇറച്ചിയാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹമ അഖീഹി മൈത. നിങ്ങൾ മനുഷ്യൻ്റെ പച്ചിറച്ചി തിന്നാൻ ആഗ്രഹിക്കുന്നു. ഗീബത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ വർത്തമാനത്തിൽ വന്നു പോയാൽ അതൊരു അഴുക്കാണ്. അത് വൃത്തിയാക്കാതെ നമുക്കൊരു സെക്കൻഡ് സ്വസ്ഥത കിട്ടൂല. അപ്പോൾ വേഗം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ആരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്? ഓൽക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ വേണ്ടി ദ്വാരക്കുക. അല്ല നമ്മൾ പോലെ പേരേക്ക് ചെല്ലാൻ പെട്ടെന്ന് കഴിയില്ലല്ലോ. അങ്ങനെ നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റ് അപ്പം തന്നെ വൃത്തിയാക്കി ശുദ്ധിയാക്കുമ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. മനസ്സിനൊക്കെ റാഹത്ത് റിലാക്സ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുപ്പായത്തിൽ വല്ല അഴുക്കോ മൂത്രമോ അപ്പിയൊക്കെ ആയാൽ അത് കഴുകി വൃത്തിയാക്കാതെ ഒട്ടും സമാധാനം ഇല്ലാത്ത പോലെയാകണം. ആത്മീയമായി നമ്മിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കാതെ ശുദ്ധിയാക്കാതെ ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കരുത്. ആ മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട മനസാക്ഷി കുത്തായിരിക്കണം അവൻ്റെ തൗബ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മഗ്ഫിറത്ത്, പാപമോചനം. നമ്മിൽ നിന്ന് ചെറിയ ലളിതമായ കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു പോകും. ലളിതമായ കാര്യങ്ങളെ കൊണ്ട് ഒരുപാട് ഇടങ്ങേറായി അങ്ങനെ തന്നെ ആവണമെന്നില്ല. ലളിതമായ കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ഒരുപാട് ഹദീസുകളാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ മഗ്ഫിറത്ത് കിട്ടാൻ പറ്റിയ വലിയൊരു മാർഗം സിമ്പിളാണ്. എന്താണ്? ഹബീബായ മുത്തുനബി പഠിപ്പിക്കുകയാണ്, അൽ മലായികത്തു അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാഹു മാ ലം യുഹദിത്. നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പം തന്നെ എഴുന്നേറ്റ് പോകാതെ കുറച്ച് ടൈം അവിടെ തന്നെ ഇരിക്കുക. നിസ്കരിച്ചോടെ തന്നെ ഇരിക്കുക. വല്ല ദിക്റോ ഔറാദൊക്കെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ അള്ളാഹുവിനെ ആലോചിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുക. എന്നിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവുക. സലാം വിട്ട് അപ്പം തന്നെ മണ്ടി ചാടി പോവല്ല. അവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നിസ്കാരം കഴിഞ്ഞ സ്ഥലത്ത് ഒരു വ്യക്തി അപ്പം തന്നെ എഴുന്നേറ്റ് പോകാതെ കുറച്ചവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണെങ്കിൽ അവനാ ഇരിക്കണ സമയത്തോളം മലക്കുകൾ അവന് പൊരുത്തപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിച്ചു കൊണ്ടേയിരിക്കും, പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും. അല്ല മലായികത്തു കോടാനുകൂടി വരുന്ന മലക്കുകൾ, 1 2 3 എന്നല്ലോ, ഒരു തെറ്റ് പോലും ചെയ്യാത്ത മലക്കുകളല്ലേ. അവർ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടി നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞേക്കാളും സ്പീഡിൽ പൊറുക്കപ്പെടും കേട്ടോ. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു എനിക്ക് മാപ്പാക്കണേന്ന് നമ്മൾ ഒറ്റയ്ക്ക് ദ്വാരക്കണേക്കാളേറെ മറ്റ് ആൾക്കാർ അതിൻ്റെ മലക്കുകളാകുമ്പോൾ പറയും വേണ്ട. ഒരു തെറ്റ് പോലും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ കോടിക്കണക്കിന് മലക്കുകൾ പടച്ചോലിക്ക് ആ പോക്കരാക്കാക്ക് അയമുട്ടിക്കാക്ക് അല്ലെങ്കിൽ ഈ ആ പിന്നെ ബഷീറിന് പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്ന് നമുക്കിങ്ങനെ പൊരുക്കലിനെ തേടിക്കൊണ്ടായിരിക്കും. അപ്പോൾ മാതാ മഫി മുസല്ലാഹു, നിസ്കാരം കഴിഞ്ഞ് അപ്പം തന്നെ പോകാതെ അവിടെ ഇരിക്കണ സമയത്തോളം. അപ്പോൾ സുബഹിസ്കാരം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ തന്നെ വേഗം പോകാതെ ക്ലാസ്സൊക്കെ മതി ഇൽമയൊക്കെ മതി കുറച്ചുമ്പോൾ ഇരിക്കുകയാണ്. ഈ ഇരിക്കണ സമയത്തോളം മലക്കുകൾ നിങ്ങൾക്ക് ഇങ്ങനെ പൊറുക്കലിനെ തേടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ 3 മിനിറ്റ് അവിടെ ഇരുന്ന് നിൽക്കുക. ആ 3 മിനിറ്റ് മലക്കുകളെ ദുആ കിട്ടിക്കൊണ്ടേ നിൽക്കണം. പൊരുത്തപ്പെട്ട് കൊടുക്കണേ റബ്ബേ. നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പം തന്നെ പോയില്ലല്ലോ, കുറച്ചുകൂടെ ഇരുന്നല്ലോ, പൊരുത്തപ്പെട്ട് കൊടുക്കണേ. 3 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ സ്റ്റോപ്പ്, ആ ദുആ നിന്നു.
എന്താണ് മലക്കൾ ദ്വാരിക്കുന്നത് കേട്ടോ. നബി നിങ്ങൾ പഠിപ്പിക്കുകയാണ്, മാറി മുഹദിത്ത്, ആ നിസ്കാരം കഴിഞ്ഞ ആ ഇരുത്തത്തിൽ ഊതൊന്നും മുറിയാതെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ, നിസ്കാരം കഴിഞ്ഞ അപ്പോൾ ആ ഇരുത്തത്തിൽ തന്നെ ആ പവിത്രതയോട് കൂടെ ഊതൊന്നും മുറിച്ചാതെ അവിടെ അങ്ങനെ കുറച്ച് ഇരിക്കുകയാണെങ്കിൽ മലക്കൾ ദ്വാരക്കൽ എന്താ, അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചോനെ അവനക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം കേട്ടോ, അല്ലാഹുമ്മ റഹംഹു, അവനക്ക് അനുഗ്രഹം ചെയ്യണം കേട്ടോ. ഇങ്ങനെ മലക്കൾ ദ്വാരുന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ മാ ദാമ്പത്തി സ്വലാത്തു തഹബിസുഹു. അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിലും, നിസ്കാരം കഴിഞ്ഞിട്ടില്ല, നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇക്കാമത്ത് വേണ്ടിയിട്ട്, ആ വെയിറ്റിൻ്റെ സമയത്ത് നമുക്ക് ദ്വാരുന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പള്ളിയിൽ എത്തി ഇക്കാമത്ത് തുറക്കാൻ 10 മിനിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 2 മിനിറ്റ് ഉണ്ട്. ആ മിനിറ്റ് സമയം നമ്മൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓൻ വെയിറ്റ് ഷെഡിലാണെങ്കിൽ എന്നർത്ഥം, പള്ളിയിലെ ആ വെയിറ്റിങ്ങിലാണെങ്കിൽ ആ സമയത്ത് മറക്കാൻ പിന്നെ പുറക്കലിനെ തേടിക്കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറക്കപ്പെടാൻ പറ്റിയ മഗ്ഫിറത്തിൻ്റെ വലിയൊരു മാർഗം നിസ്കാരം കഴിഞ്ഞോടെ തന്നെ കുറച്ച് നേരം കൂടി ഇരിക്കുക കേട്ടോ. അവിടെ തന്നെ കുറച്ച് ഇരിക്കുക, എന്നിട്ട് പോവുക. അതാ ഒരു വലിയ ബർക്കത്തും ഐശ്വര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ പേരെയൊക്കെ ഒരാൾ ക്ഷണിച്ചു കേട്ടോ, കല്യാണത്തിനോ സൽക്കാരത്തിനോ ക്ഷണിച്ചു, ചോറ് കഴിച്ച് അപ്പം തന്നെ വണ്ടി പാഞ്ഞ് പോയാൽ എനിക്ക് മനസ്സിൽ റാഹത്തുണ്ടാവില്ല. നേരെ മറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് പേരൊക്കെ പിന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് പേര് അവിടെ ഇരുന്നിട്ട് പോകുമ്പോൾ ഒരു പരിഗണനയാണ്. മറ്റേ നമ്മൾ പറഞ്ഞു ഓൻ നക്കിയാണ്ട് നീച്ചു പോയി അറിയും, ഓൻ കല്യാണത്തിന് നക്കിയാണ്ട് പോയി എന്നറിയും. അതല്ലല്ലോ ഒരു പരിഗണന എന്ന് പറയും. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ, നക്കാൻ നേരത്ത് തിന്നാൻ നേരത്താണ്ട് കയറി പോവുക, കഴിഞ്ഞ് അങ്ങോട്ട് വണ്ടി പാഞ്ഞ് പോരാന്നില്ല. നമ്മളെ അയൽവക്കക്കാരുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ നമ്മുടെ ഫാമിലി സർക്കിൾസ്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നെയ്ബേഴ്സ് എന്തോട്ടെ, നമ്മുടെ ആൾക്കാർ സുഹൃത്തുക്കളെ വീട്ടിൽ വല്ല കല്യാണത്തിനോ സൽക്കാരത്തിനൊക്കെ പോയാൽ കുറച്ച് നേരം അടുക്കുന്ന കൂടിയാടി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോരലായിരിക്കും അവർക്ക് വലിയ സന്തോഷം. അത് അവരെ വലിയ തൃപ്തിപ്പെടുത്തലാണ്. അത് ഏത് ചടങ്ങാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അവിടെ കുറച്ച് നേരം നിൽക്കുക, എന്നിട്ട് പോരുമ്പോൾ അതൊരു വലിയ പരിഗണനയാണ്. അത് ആ വീട്ടുകാർക്ക് വലിയ സന്തോഷം. ഇനി മരണ വീടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെയും പെരുമാറ്റം. ബാങ്കിന് ഇക്കാമത്തപ്പോഴാ ഉദാഹരണം പറയട്ടോ, ളുഹറിൻ്റെ ഇക്കാമത്ത് 12:30 12:40 12:40 കീഴില്ല, ഒരേ സലാം വീട്ട് അപ്പം തന്നെ ഒറ്റ പാച്ചിൽ. അള്ളാഹ്ക്കത് താല്പര്യം കുറവാണ്. അതുകൊണ്ടാണ് ഹദീസിലുള്ളത്, നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നീച്ചു പോകണമെങ്കിൽ അവനായിരിക്കുന്ന കാലത്തോളം നമുക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ പുറക്കലിനെ തേടിക്കൊണ്ടായിരിക്കും. അല്ലാഹുമ്മ ഗഫിർ ലഹു വല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, പൊരുത്തപ്പെട്ടു കൊടുക്കണേ മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. അതാണ് പഴയ കാലത്ത് നമ്മൾ ഉസ്താദ്മാരും മൂല്യന്മാരും പഴയ ആലിമീങ്ങളൊക്കെ എന്ത് ചെയ്യും, പഴയ സ്വാലിഹ്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ദിക്ർ ഓർമ്മതായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അപ്പുറത്ത് ഇൽമ നോക്കാനോ കിതാബ് ഓതാനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പള്ളി ദർസിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഫുള്ളിങ്ങനെ ദിക്റിൽ തുറന്നാൽ അങ്ങനെ നടക്കൂലല്ലോ. അപ്പോൾ വേറെ ഷുഗലുകളൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ സലാം വീട്ടിൽ പോകാതെ കുറച്ച് വെയിറ്റ് ചെയ്യുക. അത് മഗ്ഫിറത്ത് കിട്ടാൻ പറ്റിയ വലിയ മാർഗമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മഗ്ഫിറത്ത് കിട്ടാൻ പറ്റിയ എല്ലാ മാർഗങ്ങളും, പല മാർഗങ്ങളും ഇപ്പം നമ്മൾ ഇന്നലെ ഞാനൊക്കെ പറഞ്ഞില്ലേ, ഓരോന്നും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കണം. ഒരു സുഹൃത്ത് എല്ലാ പള്ളിയിൽ കൂടി ഇങ്ങനെ പെട്ടെന്ന് പോകും, എന്നിട്ട് പള്ളിയിലെ മൊല്ലാക്കാൻ കണ്ട് ചോദിച്ചു, ഞാൻ ബാങ്ക് കൊടുക്കട്ടെ. അതെന്താ? അത് ഹദീസിലുള്ളതാണ്. ഒരാൾ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ അവൻ്റെ ബാങ്ക് ഏതൊക്കെ മരങ്ങളും ഏതൊക്കെ കല്ലുകളും കേൾക്കുന്നോ, ലാ യസ്മഉ സൗതുഹു ഷജറുൻ വലാ മദറുൻ വലാ ഹജറുൻ വലാ ജിന്നുൻ വലാ ഇൻസുൻ, ഏതൊക്കെ ഒരാൾ ബാങ്ക് കൊടുത്ത് അവൻ്റെ ബാങ്ക് എവിടേക്കൊക്കെ എത്തുന്നുണ്ടോ ആ ബാങ്ക് കേൾക്കണം മരവും കല്ലും മണ്ണും വിണ്ണും ജിന്നും ഇൻസും. ഓരോ കല്ലുകൾ പോലും അവനക്ക് പുറക്കലിനെ തേടുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഗ്ഫർ ലഹു മദാ സൗതി, 2 കിലോമീറ്റർ ദൂരത്തേക്ക് അവൻ്റെ ബാങ്ക് കേൾക്കുകയാണെങ്കിൽ 2 കിലോമീറ്റർ പരിധിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും യശ്ഹദു കുല്ല റത്ബിൻ വയാബിസ്, ഉണങ്ങിയതടക്കം അവനക്ക് പുറക്കലിനെ തേടുന്ന. എങ്ങനെ അള്ളാഹു നമുക്കറിയില്ല. അത് അള്ളാഹുവിൻ്റെ ആത്മീയമായ ഭൗതികമായ മണ്ഡലങ്ങളാണ്. ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്, അള്ളാഹ്ക്കെല്ലാം ദിക്റിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചില ആൾക്കാരെന്ത് ചെയ്യും, അതിന് വലിയ താല്പര്യപ്പെടും. കീശ്ശേരി ഭാഗത്തുള്ള ആൾക്കാരെ ജിദ്ദയിൽ വലിയ ബിസിനസ്സായിരുന്നു, കോടീശ്വരനാണ്, വലിയ വാഹനങ്ങൾ വണ്ടികളും കാറും വീടും ഒക്കെ ഉണ്ട്. അപ്പോൾ അയാൾ ഗൾഫിൽ നിർത്തിയിട്ട് അയാളെ പണി എന്താ അറിയുമോ, പള്ളിയിൽ മൊല്ലാക്കായിട്ട് ജോലി ചെയ്യുന്നില്ലാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല. ഈ ഹദീയത്തൊക്കെ നോക്കിയിട്ട് ബാങ്കിൻ്റെ മഹത്വം മറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഓരോ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ മൊല്ലാക്കായിട്ട് ജോലി ചെയ്യും. അയാൾ വരുന്ന വണ്ടി വലിയ ലക്ഷറി വണ്ടിയിലായിരിക്കും. അയാളൊന്നല്ല ആഗ്രഹിക്കുന്നത്, അയാൾക്ക് പൈസ ശമ്പളമൊന്നും അല്ല വിഷയം. ബാങ്ക് കൊടുത്താൽ കിട്ടുന്ന മഹത്വം വലിയ സംഗതി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരുണ്ട്, അയാൾ എവിടെ പള്ളിയിൽ പോയാലും മൊല്ലാക്കാനോട് സോപ്പിട്ടിട്ട് പറഞ്ഞാൽ അത് ബാങ്ക് കൊടുത്താട്ടെ, ഇങ്ങനെ ബാങ്ക് കൊടുക്കും. കാരണം നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ ഇവിടെ ഇപ്പോൾ സാധാരണ ഈ ശബ്ദം കേൾക്കുന്ന കല്ലുകളും മരങ്ങളൊക്കെ അല്ലേ പുറക്കലിനെ തൊടുള്ളൂ.
അതിനപ്പുറത്തെ പള്ളിയിൽ പോയാൽ വേറെ കല്ലും മണ്ണും പൊറുക്കലിനത്തോടും, വേറെ പള്ളിയിൽ പോയാൽ വേറെ കല്ലും മണ്ണും പൊറുക്കലിനത്തോടും ഇങ്ങനെ നടന്നു വാങ്ങി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, നമുക്കൊക്കെ അങ്ങനത്തെ എന്ത് നന്മയുള്ളത്? നമുക്കൊരു നന്മകളുമില്ലല്ലോ. മാക്സിമം നന്മകൾ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിക്കുക. ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കുറച്ച് 2-3 മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരാൾ ഇവിടെ ചുങ്കത്തുനിന്ന് മയ്യത്ത് പരിപാലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ മയ്യത്ത് കുളിപ്പിച്ചിന് ഒരാളെ പരിചയപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട്? മുമ്പ് പറഞ്ഞതറിയോ, 9000 മയ്യത്ത് ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റിക്കാട്ടൂരിലെ മനുഷ്യനാണ്. 9000 മയ്യത്ത് മുപ്പര് കുളിപ്പിച്ചിട്ടുണ്ട്. വെറുതെ അല്ല, ഒരു ദിവസം അയാൾ 1, 2, 3 മയ്യത്ത് കുളിപ്പിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ. അങ്ങനെ ഒരു മാസമാകുമ്പോൾ തന്നെ 10-30 മയ്യത്തായില്ലേ, 3 മാസമാകുമ്പോൾ 90 ആയി. അപ്പോൾ ഒരു കൊല്ലത്തിൽ എത്രയായി? അയാൾ വർഷങ്ങളായി, 10-15 വർഷമായിട്ട് അയാളെ പണി തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് കുളിപ്പിക്കുക. ഒരു മടിയില്ല. കൈയില്ലാത്തത്, കാലില്ലാത്തത്, ഓപ്പറേഷൻ ചെയ്തത്, തുന്നിച്ചേർത്തത്, തല പൊട്ടിച്ചെറിയത്, പള്ള പൊട്ടിയത്, ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട മയ്യത്തൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കതൊന്നും ഇല്ലാത്ത നോർമൽ ഡെഡ് ബോഡി തന്നെ നമുക്ക് തൊടാനും പിടിക്കാനും വെള്ളമാക്കാനും കുളിപ്പിക്കാനും മടിയാണ്. അവനാൻ്റെ അമ്മയും ബാപ്പയും മരിച്ചാൻ വരെ കുളിപ്പിക്കാൻ വേണ്ടി മറ്റേ കല്യാണം ഏൽപ്പിക്കുന്ന ടീമിനെ ഏൽപ്പിക്കണം, അത് ഏൽപ്പിക്കുന്ന അവസ്ഥയൊക്കെ നമ്മളെത്തി. ഒരു മനുഷ്യൻ അലിയാർത്തങ്ങളോട് നിബിധങ്ങളോടിൻ്റെ പൊന്നാരല്ലേ, എവിടെ മയ്യത്ത് ഉൾപ്പിച്ച ചാൻസ് കിട്ടിയാലും, എവിടെ ഒരു മയ്യത്ത് പരിപാലന ചാൻസ് കിട്ടിയാലും എൻ്റെ കുട്ടി ആ സമയം ആ ചാൻസ് കളയരുത്. ആരോട്? മരുമകനോട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നമ്മളെ വാപ്പാൻ്റെ ആണെങ്കിലും മക്കളുടെ ആണെങ്കിലും വല്യാപ്പാനാണെങ്കിലും ഒക്കെ വേറെ ആരെങ്കിലും കുളിപ്പിച്ചട്ടെ എന്നൊരുത്തപ്പം അമ്പലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദിക്റുള്ളത് നിസ്കരിക്കണം, അത് മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനും മഗ്ഫിറത്ത് കിട്ടാനും ഇങ്ങനത്തെ ഒരുപാട് സുഹൃതങ്ങളും നന്മകളും നമ്മൾ അധികരിപ്പിക്കണം. അതേപോലെ 9000 മയ്യത്ത് കുളിപ്പിക്കാനും ചില്ലറ കാര്യമില്ലല്ലോ. അതുപോലെ ബാങ്ക് വിളിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഒരുപാട് വിഷയമാണ്. ഇതൊക്കെ ഇപ്പോൾ വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. നിസ്കാരം കഴിഞ്ഞെടുത്ത് അവിടെ തന്നെ ഇരിക്കുക. ആർക്കെങ്കിലും വല്ല മുടക്കുണ്ടോ, വല്ല അധ്വാനമുണ്ടോ? തിരക്കടില്ല, നമുക്ക് വലിയ മല മറിക്കണം വല്ല പണിയില്ലെങ്കിൽ ഒരു പണിയില്ല. തേരാപാര നായ്പാച്ചിലും നായി ഇങ്ങനെ മണ്ടിനാണ്, ഒരു പണി ഉണ്ടാവില്ല, വെറുതെ മണ്ടുക. ഓട്ടം കണ്ടാൽ വിചാരിച്ചു എന്തോരം അർജൻറ്റ് സീരിയസ് വിഷയമാണ്, ഒരു പണി ഉണ്ടാകാണ് വണ്ടിയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ വെറുതെ വെക്കും. പിന്നെ നായി ഇങ്ങോട്ട് വന്നിട്ട് വരെ വെറുതെ വെക്കും. ഇങ്ങനെ നായ്പാച്ചിൽ അറിയാം. ഇതേമാതിരി പായുന്ന ആൾക്കാരെ നമ്മളൊക്കെ വണ്ടി സ്ഥലം കഴിഞ്ഞാൽ വണ്ടി പായി ഒരു പണി ഉണ്ടാവില്ല, ഒരു ചുറ്റുപാടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മരണം വരെ നായ്പാച്ചിൽ ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം പള്ളിയും ജമാഅത്തും ഇഅ്തികാഫും ഇൽമും ഒക്കെയായിട്ട് നന്മകളിലേക്ക് ചേക്കേറുക. അതിനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. പാപമോചനം കിട്ടാൻ പറ്റിയ മഗ്ഫിറത്തിലേക്ക് മണ്ടി പോകണം. വസാരിഊ, നിങ്ങൾ മണ്ടി പോകണം, കരച്ചോടണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് മഗ്ഫിറത്ത് കിട്ടാൻ പറ്റിയ എന്തൊക്കെ അങ്ങോട്ടൊക്കെ മണ്ടി പോകണം എന്നാണ്. ആ മഗ്ഫിറത്ത് കിട്ടാൻ പറ്റിയൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞിടത്ത് തന്നെ ഇരിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വുദൂൻ്റെ നിസ്കാരം നമ്മൾ പറഞ്ഞു. അല്ലാഹു തആല കൂടുതൽ മനസ്സിലാക്കാനൊക്കെ തൗഫീഖും ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള എല്ലാവിധ തൗഫീഖും നാഫിയൊക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.